നമസ്കാരം. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. ഉത്തരം മുട്ടുമ്പോൾ ഒഴിഞ്ഞു മാറിയിട്ടും കാര്യമില്ല. വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് കാണിച്ചത് അതാണ്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ഏത് ചോദ്യം ചോദിക്കുമ്പോഴാണ് പലപ്പോഴും ഒഴിഞ്ഞു മാറാറ്? സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന, സ്വന്തം പാർട്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് വിചിത്രവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ അസഹിഷ്ണുത പ്രകടമാക്കി ഒഴിഞ്ഞു മാറാറ്. ഇന്നും അത് സംഭവിച്ചു. എൻ എം വിജയന്റെ കുടുംബം അറിയാലോ. DCC ട്രഷറായിരുന്ന ആത്മഹത്യ ചെയ്ത എൻ എം വിജയന്റെ കുടുംബം കഴിഞ്ഞ ദിവസം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് ഞങ്ങളെ ചതിച്ചു, കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നവർ പറയുന്ന സാഹചര്യം ഉണ്ടായി. മാധ്യമങ്ങളിലൊക്കെ അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുകയാണ്. വി ഡി സതീശൻ എൻ എം വിജയനോ, അതാരാ എന്ന മട്ടിലാണ് അത് കേൾക്കുന്നത്. ശേഷം വിചിത്രമായ ഒരു ഉത്തരമാണ് വി ഡി സതീശൻ നൽകിയത്. അതൊന്ന് കാണാം. എൻ വിജയന്റെ കുടുംബം വളരെ രൂക്ഷമായ വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജീവിതം തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ്, KPCCക്ക് മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്നുള്ള പ്രതികരണമാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. എൻ എം വിജയന്റെ കുടുംബം അത് അവിടുത്തെ വയനാട് ജില്ലാ കമ്മിറ്റിയും KPCCയും അതിനാവശ്യമായ, കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി. പിടിച്ചു നിൽക്കാൻ അങ്ങ് എന്തെങ്കിലും വായിൽ തോന്നിയത് അങ്ങ് പറഞ്ഞു വെക്കും, പിന്നീട് കോൺഗ്രസ് തന്നെ വെട്ടിലാവുകയും ചെയ്യും. ആ കുടുംബം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നവരെയുള്ളൂ ഈ പിടിച്ചു നിൽക്കുന്ന വി ഡി സതീശൻ പോലും ചിന്തിക്കുന്നില്ല. എന്താണ് ആ കുടുംബം പറഞ്ഞത്? DCC ട്രഷറായിട്ടുള്ള എൻ എം വിജയന്റെ മരുമകൾ പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് 2.5 കോടിയുടെ ബാധ്യതയാണ് നിലവിലുള്ളത്. ഇത് മുഴുവൻ തീർത്തു തരാമെന്നാണ് ഞങ്ങൾക്ക് കോൺഗ്രസ് ഉറപ്പ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അതായത് ജൂൺ 30-നുള്ളിൽ ഞങ്ങളുടെ എല്ലാ ബാധ്യതകളും പ്രശ്നങ്ങളും തീർത്തു തരാമെന്നാണ് പറഞ്ഞത്. അതായത് പത്മജയുടെ ഭർത്താവും സിദ്ദിഖ് MLA തമ്മിലായിരുന്നു കരാറ്. എന്നാൽ ജൂലൈ 30 കഴിഞ്ഞിട്ടും യാതൊരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ പത്മജ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനിടയിൽ പത്മജയുടെ ഭർത്താവ് ആശുപത്രിയിലാകുന്നുണ്ട്. ശേഷം MLA അടക്കം ഫോണിൽ വിളിക്കുന്നുണ്ട്, ആരും ഫോൺ എടുക്കുന്നില്ല. പിന്നീടാണ് കരാറ് എഴുതിയ വക്കീലിനെ കാണാൻ പോകുന്നത്. അപ്പോൾ വക്കീൽ പറഞ്ഞതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. കരാറ് എഴുതി ഒപ്പുവെച്ച ശേഷം MLAയുടെ PA വന്നിരുന്നു അത്രേ, അതൊക്കെ മേടിച്ചു കൊണ്ടുപോയിരുന്നു അത്രേ. അപ്പോഴാണ് വഞ്ചിക്കപ്പെട്ട കാര്യം എൻ എം വിജയന്റെ കുടുംബം പറയുന്നത്. പിന്നീട് ഇതെല്ലാം ഒരു ഗിമ്മിക്ക് നമ്പറാണെന്ന് മനസ്സിലാക്കിയ പത്മജയും കുടുംബവും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാധ്യമങ്ങളോട് തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയുന്നുണ്ട്. ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കണം. നിയമന കോഴയിൽ കുടുങ്ങിയാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. എൻ എം വിജയൻ മാത്രമല്ല, എൻ എം വിജയന്റെ മകനും ആത്മഹത്യ ചെയ്തു. പിന്നീട് വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നത്. കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന വാർത്തകളായിരുന്നു. എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തിട്ട് പോലും അങ്ങോട്ടേക്കൊന്ന് കയറി ചെല്ലാൻ കോൺഗ്രസിന്റെ നേതാക്കൾ ആദ്യം കൂട്ടാക്കിയില്ല. പിന്നീട് ആ കുടുംബം തന്നെ ഗുരുതര ആരോപണവുമായി രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെയാണ് പലരും അങ്ങോട്ടേക്കൊന്ന് പോകാൻ പോലും തയ്യാറായത്. പൊടുന്നനെ എൻ എം വിജയൻ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പ് പുറത്തേക്ക് വരുന്നുണ്ട്. IC ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. എൻ എം വിജയനുണ്ടായ ദുരനുഭവത്തെ തുടർന്ന് ജീവിക്കാനുള്ള കൊതികൊണ്ട് എൻ എം വിജയൻ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഒക്കെ കത്തയക്കുന്നുണ്ട്. ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ എം വിജയനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്ന് ആയിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കാൻ വലിയ തോതിൽ തന്നെ പണിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ എം വിജയൻ എന്നാണ് അവിടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുടുംബം തങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ പിന്നെ അത് വാർത്തയാകാതിരിക്കാൻ വേണ്ടി തിരുവഞ്ചൂർ അടക്കമുള്ള ആളുകളെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് എല്ലാം പരിഹരിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ പോലും തങ്ങൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ തുറന്നു പറയുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ എങ്ങനെ ഇവരെ വിശ്വസിച്ച് ഈ കേരളത്തിന്റെ ഭരണമേൽപ്പിക്കും? ഇതൊന്നും കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. ഇതിനിടയിൽ ജോസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം കൂടി വന്നിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവ് കണ്ടം വഴി ഓടിയാനെ. കഴിഞ്ഞ ദിവസമാണല്ലോ ജോസ് എന്ന് പറയുന്ന വയനാട്ടിലെ മറ്റൊരു നേതാവും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഞരമ്പ് മുറിച്ച് കുളത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു അത്രേ. ഒച്ച കേട്ട് ഓടിയെത്തിയ ആളുകൾ ജോസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരണമടയുകയായിരുന്നു. അതും ഗ്രൂപ്പ് തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജോസ് എന്ന് പറയുന്ന വ്യക്തി ഈ DCC പ്രസിഡന്റ് അപ്പച്ചന്റെ ഗ്യാങ് ആണ് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ IC ബാലകൃഷ്ണന്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളെ കുടുക്കുന്നതിന് വേണ്ടി സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയി വെച്ചു എന്ന ആരോപണം നേരിട്ട വ്യക്തിയാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ള ജോസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ. ഇതൊക്കെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ്.
അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊക്കെ വലിയ തോതിലുള്ള ഒരു അന്വേഷണം കോൺഗ്രസ് നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും കോൺഗ്രസ് നടത്തുന്നില്ല. 5 പേരാണ് ഇതിനോടകം തന്നെ വയനാടിൽ ഈ ഗ്രൂപ്പ് തർക്കം മൂലം ആത്മഹത്യ ചെയ്യുകയും മരണമടയുകയും ഒക്കെ ചെയ്തത്. എന്നിട്ടും ഈ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പല കോൺഗ്രസ്സുകാരും പറയുന്നത്, പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ്. അങ്ങനെ പറയിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ നേതൃത്വം എന്നാണ് ഞാൻ പറയുകയുള്ളൂ. പൊതുവെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി എന്താണ് ചെയ്യുക? തങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന, സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുന്ന എല്ലാം പിടിച്ചു നിർത്താനാണ് ശ്രമം നടത്തുക. എന്നാൽ ഇവിടെ വിപരീതമാണ്. പറയുന്നവർ പറയട്ടെ എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. മാധ്യമങ്ങൾ വളരെ സജീവമായ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അണികളുടെ മൊത്തത്തിലുള്ള കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകും. അനുഭാവികൾ പോലും വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. പല പ്രവർത്തകർക്കും പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ചോർന്നു പോകും. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ പോസ്റ്റർ ചൂണ്ടി നടക്കുന്ന പ്രവർത്തകർക്ക് എന്താകും അവസ്ഥയെന്ന് അവർ ഒരു നിമിഷം ചിന്തിച്ചാൽ കോൺഗ്രസ് നിലത്ത് കിടക്കും. ഇതൊന്നും വി.ഡി. സതീശനും സംഘവും ചിന്തിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടും മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ വിഷയം ക്ലോസ് ചെയ്താണ്, ചാപ്റ്റർ ക്ലോസ് ചെയ്താണ്, ഒന്നുമില്ല. അത് നിങ്ങൾ തന്നെ കൊടുക്കുന്ന വാർത്തകളാണ്. ആരും ഞങ്ങള് പറയേണ്ട അഭിപ്രായം KPCC പ്രസിഡന്റ് ഉചിതമായ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പറയും. ഞങ്ങൾ അതൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നത്തിങ് മോർ, നോ മോർ കമന്റ്സ്. ഇന്നലെ പറഞ്ഞാൽ മതി. അടഞ്ഞ അധ്യായമാണ് അതെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വി.ഡി. സതീശൻ എടുത്ത നിലപാട് നല്ലത്, ശരിയെന്നാണ് ഞാൻ പറയുകയുള്ളൂ. ഇതുവരെ വി.ഡി. സതീശനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ മുട്ടുകുത്താനോ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാനോ ഇതുവരെ വി.ഡി. സതീശൻ തയ്യാറാകാത്തത് കോൺഗ്രസിന് വലിയൊരു മുതൽക്കൂട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ഈ നിമിഷത്തിൽ എടുത്ത് അലങ്കാരമാക്കി ആഘോഷമാക്കി വി.ഡി. സതീശൻ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് അമ്പേ പരാജയമായി മാറുമെന്നുള്ള കാര്യം ഒന്നല്ലെങ്കിൽ സതീശൻ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ സതീശൻ ബുദ്ധിപരമായാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ തൽക്കാലത്തേക്ക് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാതിരിക്കുകയാണ് കോൺഗ്രസിന് നല്ലത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് 2026 അമ്പേ പരാജയമായി മാറും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് യാതൊരു സാധ്യതയുമില്ല എന്നാണ് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ പോലും പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ മാറാപ്പുകൾ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള സീറ്റുകൾ കൂടി പിടിച്ചു നിർത്താൻ പറ്റുകയില്ല എന്ന സത്യം കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ഇത്തരത്തിൽ നേതാക്കൾ മരണമടയുന്ന സംഭവത്തിൽ ഇടപെടേണ്ടതുണ്ട്. പാർട്ടിക്ക് വേണ്ടിയാണ് അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നേതാക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന്റെ വസ്തുതകൾ പഠിക്കേണ്ടതുണ്ട്. അല്ലാതെ ഇത്തരം സന്ദർഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇറക്കി ഏതെങ്കിലുമൊക്കെ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കിയാൽ കൂടുതൽ അവരെ പ്രകോപിതരാക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ. അവർ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തും. ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കൂടുതൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകും. മാത്രമല്ല, ജോസ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുള്ളൻകൊല്ലിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന്റെയും ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ 3 പ്രധാന നേതാക്കളെ പറ്റി പേരുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് പുറത്തു വന്നിട്ടില്ല. ഇതൊക്കെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസ് കൂടുതൽ വെട്ടിലാകും. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തേക്ക് വരുന്നത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയുള്ളൂ. കോൺഗ്രസിന്റെ നിറം മങ്ങുക മാത്രമേ ചെയ്യുകയുള്ളൂ. കോൺഗ്രസ് LDFനെ താടിയിറക്കാൻ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആരോപണങ്ങളിൽ ശക്തമായ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നും തന്നെ ഇല്ല എന്നാണ് എന്റെ വാദം. പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും സർക്കാരിനെതിരെ ഇല്ലാ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുമൊക്കെ പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ എന്തു പറഞ്ഞ് രംഗത്തേക്ക് വന്നാലും ജനങ്ങൾക്ക് പൊതുവെ പ്രതിപക്ഷത്തിന് സംശയമാണ്. ഇത് സത്യമാണോ ഇത് കള്ളമാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ ഒരു ഗുണമാണ്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷം നിർജീവമാകുന്നത് വലിയ ഗുണം ചെയ്യാൻ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. എന്നാൽ ഇടതുപക്ഷത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇത് BJPക്കാണ്. പ്രതിപക്ഷം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ചെയ്യുമ്പോൾ അത് BJPക്ക് ഇവിടെ വലിയ രീതിയിൽ തന്നെ ഗുണമായി ചേരും. അങ്ങനെ ആകരുത് എന്നതിനാലാണ് ഇവിടെ വലിയ തോതിൽ തന്നെ BJPയെ ഇടതുപക്ഷം പ്രതിരോധിക്കുന്നത്. അവിടെയും കോൺഗ്രസിന്റെ BJPയോടുള്ള മൃദു സമീപനം വലിയ പണിയായി മാറുകയാണ്. BJPയെ ഒരു രീതിയിലും ആക്രമിക്കാതെ വി.ഡി. സതീശനും സംഘവും മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന കാര്യം പറഞ്ഞു വെക്കുകയാണ്. ഇനി കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രതികരണങ്ങൾ പലരും രേഖപ്പെടുത്തിയാൽ കൂടുതൽ അലിയുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.